ഓം തത്സത് ശ്രീ ഗുരുഭ്യോ നമ. നമ ആദിപുരുഷായ. ഓം ശ്രീ ബ്രഹ്മാവിദ്രവിഷ്ണവേ നമ. ഓം തത്സത്. നാം ഇന്നിവിടെ വിവരിക്കുന്നത് ശ്രീ വരാഹി ദേവിയുടെ പൂർണ്ണ പൂജാ വിധികളാണ്. ഇതനുഷ്ഠിക്കുന്നത് മൂലം എല്ലാവിധ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സാധകന് രക്ഷ നേടാനും തൻ്റെ ജീവിതത്തെ സാർത്ഥകമാക്കാനും കഴിയും. വരാഹി സാധന ചെയ്യുന്ന സാധകൻ എപ്രകാരമുള്ള ആൾ ആയിരിക്കണം എന്ന് നോക്കാം. ആചാര്യ പ്രമാണങ്ങൾ അനുസരിച്ച് ബ്രാഹ്മണനായിരിക്കണം, സാധുവായിരിക്കണം. ഇനി സാധകൻ എങ്ങനെ ബ്രാഹ്മണനാകാം എന്ന് നോക്കാം. കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണൻ, ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണനാകുന്നില്ല. ബ്രഹ്മാവിദ്രവിഷ്ണു മഹശ്ചര്യ പ്രകാരം ഒരു ദിവസത്തെ വ്യക്തിയുടെ ജീവിതത്തെ 4 വർണ്ണങ്ങളിൽ വിഭജിക്കാം. ബ്രഹ്മമുഹൂർത്തം മുതൽ സൂര്യോദയം വരെയുള്ള 2 മുഹൂർത്ത സമയം വ്യക്തിക്ക് ബ്രാഹ്മണാവസ്ഥ കരഗതമാകുന്നു. ആ സമയത്തിന്റെ ദേവത ബ്രഹ്മാവും രൂപം ബ്രാഹ്മണനും ആകുന്നു. സൂര്യോദയം മുതൽ മധ്യാഹ്നം വരെയുള്ള സമയം ദേവത രുദ്രനും രൂപം വൈശ്യനും, മധ്യാഹ്നം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം ദേവത സദാശിവനും രൂപം ക്ഷത്രിയനും, സൂര്യാസ്തമയം മുതൽ അർദ്ധരാത്രി വരെയുള്ള സമയം ദേവത മഹാവിഷ്ണുവും രൂപം ബ്രാഹ്മണനും, അർദ്ധരാത്രി മുതൽ ബ്രാഹ്മമുഹൂർത്തം വരെയുള്ള സമയം ദേവത മഹാവിഷ്ണുവും രൂപം ശൂദ്രനും ആകുന്നു. സാത്വികനായ ബ്രാഹ്മണനും സത്യസന്ധനും കോപബുദ്ധിയുള്ളവനും ആയ വൈശ്യനും, ധർമ്മബോധമുള്ളവനും നീതിയുക്തനും പരാക്രമിയും ആയ ക്ഷത്രിയനും, സാധുവും മാനവ സേവകനും ആയ ശൂദ്രനും നമ്മൾ തന്നെ എന്ന് വ്യക്തം. വാരാഹി പൂജ നടത്തേണ്ടത് ബ്രാഹ്മണനാണ് എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും വേണമെന്നാണ് നിഷ്കർഷ. ഇനി വാരാഹി പൂജയുടെ വിധികളിലേക്ക് വരാം. വാരാഹി പൂജ ചെയ്യുന്നയാൾ പൂജാദിനം ഒരു സാധുവായിരിക്കണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആരെയും ശത്രുവായി കാണുവാൻ പാടില്ല. ധന കാമ മോഹങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് സാധന ചെയ്യാൻ പാടില്ല. ഏത് ഭൂമിയിലും പൂജ ചെയ്യാം. കാരണം ഭൂദേവി തന്നെയാണ് വാരാഹി ദേവി. ശുദ്ധിയും വൃത്തിയും നിർബന്ധം. നിഷ്കാമമായി എല്ലാ സമയത്ത് ദേവിയെ പൂജിക്കുക. പൂജയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിലെല്ലാം സാധകന്റെ ആവശ്യങ്ങൾ ദേവിയോട് ചൊല്ലുക. പൂജാ ദിവസം മാംസഭക്ഷണം ഒഴിവാക്കുക. വാരാഹി പൂജ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാമെങ്കിലും ശുക്രശ്യാമ പഞ്ചമികളിൽ ചെയ്യുന്നത് അതീവ ഫലദായകം എന്നാണ് കണ്ടുവരുന്നത്. വാരാഹി പൂജാ ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പാദം നിലത്ത് സ്പർശിക്കുന്നതിന് മുമ്പ് വലതുകൈ ഭൂമി തൊട്ട് നിറകയിലും അതിനുശേഷം 2 കണ്ണുകളിലും വച്ച് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥാനമണ്ഡലേ വിഷ്ണുഭക്തി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് ഭൂമി ദേവിയോട് അനുവാദം വാങ്ങുക. സ്നാനം ചെയ്യുമ്പോൾ മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം ഹുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാ എന്ന ഗായത്രി മന്ത്രം ജപിക്കുക. അതിനുശേഷം വാരാഹി പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു കിണ്ടിയിൽ അല്ലെങ്കിൽ സൗകര്യപ്രദമായ പാത്രത്തിൽ ശുദ്ധജലം നിറയ്ക്കുക. ജലം പാത്രത്തിൽ നിറയ്ക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ മന്ത്രം ചൊല്ലുക. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേഷ്മി സന്നിധി ഗുരു. 7 നദികളിലെയും പുണ്യജലത്തെ ആ പാത്രത്തിലേക്ക് ആവാഹിച്ചതിന് ശേഷം തുളസീദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 3 തുളസിയില ജലത്തിൽ നിക്ഷേപിച്ച് പൂജ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഓം അപവിത്ര പവിത്രോവ സർവാവസ്ഥാം ഗതോപിവ യസ്മരേൽ പുണ്ടരീകാക്ഷം സ ബ്രഹ്മഭ്യന്തരോ ശുചി ശ്രീവിഷ്ണു 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 എന്ന് മന്ത്രിച്ചുകൊണ്ട് ജലം തളിച്ച് ശുദ്ധിയാക്കുക. അതിനുശേഷം നിലവിളക്കിടത്ത് 2 തിരികൾ കൂപ്പുകൈ എന്ന പോലെ കിഴക്കുവശത്തും പടിഞ്ഞാറ് വശത്തും ഇട്ട് നെയ്യൊഴിച്ച് ദീപം ജ്വലിപ്പിക്കുക. ദീപം ജ്വലിപ്പിക്കുമ്പോൾ ചിത് പിങ്കള ഹന ഹന ദഹദഹ പച പച സർവജ്ഞ ജ്ഞാപയാ സ്വാഹ എന്ന് മന്ത്രിക്കുക. അതിനുശേഷം ദീപത്തെ തൊഴുതുകൊണ്ട് ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധിപ്രകാശായ ദീപജ്യോതിർ നമോ നമ എന്ന് ചൊല്ലുക. പിന്നീട് തൻ്റെ ഇഷ്ടദേവത ആരാണോ അവരുടെ നാമങ്ങളോ കീർത്തനങ്ങളോ വടക്കോട്ട് അഭിമുഖമായിരുന്നു ചൊല്ലി സ്തുതിക്കുക. അതിനുശേഷം ദീപത്തെ നമസ്കരിച്ച് കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന ശ്ലോകം മന്ത്രിച്ച് ദണ്ഡ നമസ്കാരം ചെയ്യുക. അതിനുശേഷം ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി എന്ന് ജപിച്ച് ദീപം അണയ്ക്കുക. രാത്രി 8 മണിയോടെ വരാഹി പൂജ ആരംഭിക്കാം. കുളിച്ച് വൃത്തിയായി വന്ന സാധകൻ ചുവന്ന പട്ടുടുത്ത് വേണം പൂജ ചെയ്യേണ്ടത്. പൂജയ്ക്ക് വേണ്ട സാമഗ്രികൾ യഥാശക്തി നെയ്യ്, ചുവന്ന പൂക്കൾ, കർപ്പൂരം, മഞ്ഞൾ, കുങ്കുമം, വെറ്റില, പഴം, തേൻ,
നീളമുള്ള തോർത്ത്, കൽക്കണ്ടം, പാനകം, ശർക്കരയും ഏലവും പിടിച്ച് വെള്ളത്തിൽ കലർത്തി തയ്യാറാക്കിയത്. പൂജയ്ക്ക് തയ്യാറായ സാധകൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് നിലവിളക്ക് യഥാവിധി ചലിപ്പിക്കുക. ആയതിനു ശേഷം വടക്ക് ദിശയ്ക്ക് അഭിമുഖമായി ചമ്രം പടിയിരുന്ന് ശിവഭഗവാനെ ഗുരുവായി ധ്യാനിച്ച് പുണ്യാഹജലം മുൻപ് നിർദ്ദേശിച്ചതുപോലെ തയ്യാറാക്കിയതിനു ശേഷം ചുറ്റും പുണ്യാഹമന്ത്രം ചൊല്ലി ശുദ്ധീകരിക്കുക. തോർത്തുകൊണ്ട് കോണോട് കോൺ കയർ പോലെ വിരിച്ചെടുത്ത് മാലയുടെ രൂപത്തിൽ കെട്ടുക. വീണ്ടും അർദ്ധപത്മാസനത്തിലിരുന്ന് ജലം കൊണ്ട് ശുദ്ധി ചെയ്ത് ആ മാലയെ യജ്ഞോപവീതമായി കണ്ട് പരമശിവനെ ഗുരുവായി ധ്യാനിച്ച് ഇനി പറയുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വലതുകൈ സ്വതന്ത്രമായ രീതിയിൽ ഇടതുകൈ ചേർന്ന് ധരിക്കുക. ഓം യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേറിയാത് സകലം പുരസ്താത് ആയുഷ്മഗ്രയം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജ. ശേഷം കുറച്ച് തുളസിയില കയ്യിലെടുത്ത് ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയെ ഈ മന്ത്രം ചൊല്ലി നിലവിളക്കിൻ ചുവട്ടിൽ അർപ്പിക്കുക. വീണ്ടും തുളസിയിലെടുത്ത് ഓം ഗണപതയേ നമ ആവാഹയാമി സ്ഥാപയാമി പൂജയാമി എന്ന് മന്ത്രിച്ച് നിലവിളക്കിൽ സമർപ്പിക്കുക. അതിനുശേഷം കിഴക്ക് ദിക്കിന്റെ അധിപനായ ഇന്ദ്രനെ തുളസിയിലെടുത്ത് ഓം ഇന്ദ്രായ നമ പൂർവ്വദിശായി ഇന്ദ്രം ആവാഹയാമി എന്ന് മന്ത്രിച്ച് വിളക്കിന്റെ ചുവട്ടിൽ അർപ്പിക്കുക. തെക്ക് കിഴക്ക് ദിക്കിന്റെ അധിപനായ അഗ്നിയെ ഓം അഗ്നയേ നമ ആഗ്നേയ ദിശായി അഗ്നി ആവാഹയാമി എന്ന മന്ത്രം ചൊല്ലി ആവാഹിക്കുക. ഓം യമായ നമ ദക്ഷിണ ദിശായി യമം ആവാഹയാമി തെക്ക് ദിക്കിന്റെ അധിപനായ യമനെ ആവാഹിക്കുക. തെക്ക് പടിഞ്ഞാറിന്റെ അധിപനായ നിരുദ്രിയെ ഓം നിരുദ്രിയെ നമ നിരുതി ദിശായി നിരുതി ആവാഹയാമി എന്ന് പറഞ്ഞ് ആവാഹിക്കുക. ഓം വരുണായ നമ പശ്ചിമ ദിശായി വരുണം ആവാഹയാമി എന്ന് മന്ത്രിച്ചുകൊണ്ട് പടിഞ്ഞാറ് ദിശയുടെ അധിപനായ വരുണനെ ആവാഹിക്കുക. വടക്ക് പടിഞ്ഞാറ് ദിശയുടെ അധിപനായ വായുവിനെ ഓം വായവേ നമ വായവ്യ ദിശായി വായു ആവാഹയാമി എന്ന് മന്ത്രിച്ചും വടക്ക് ദിശയുടെ അധിപനായ കുബേരനെ ഓം കുബേരായ നമ ഉത്തരദിശായി കുബേരം ആവാഹയാമി എന്ന് മന്ത്രിച്ചും ഓം ഈശാനായ നമ ഈശാനദിശായി ഈശാനം ആവാഹയാമി എന്ന് വടക്ക് കിഴക്ക് ദിശയുടെ അധിപനായ ഈശാനയെയും ആവാഹിക്കുക. ഇപ്രകാരം അഷ്ടദിക്പാലകരെ ആവാഹിച്ചതിന് ശേഷം ഇനി പറയുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് തുളസീദളം അർപ്പിച്ച് വാരാഹി ദേവിയെ നെയ്വിളക്കിലേക്ക് ആവാഹിക്കുക. ഓം ഐം ഹ്രീം ശ്രീം വാരാഹി നമ 3 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് തുളസിയില വിളക്കിന്റെ ചുവട്ടിൽ അർപ്പിക്കുക. ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വാരാഹി നമ എന്ന മന്ത്രം 3 വട്ടം ജപിച്ചുകൊണ്ട് വെറ്റിലയിൽ മഞ്ഞൾപ്പൊടി നിറച്ച് വിളക്കിന് മുമ്പിൽ സമർപ്പിക്കുക. ഓം ശ്യാമളായ വിദ്മഹി ഹലഹസ്തായ ധീമഹി തന്നോ വരാഹി പ്രചോദയ എന്ന മന്ത്രം 3 വട്ടം ഉരുവിട്ടുകൊണ്ട് വെറ്റിലയിൽ കുങ്കുമം നിറച്ച് വിളക്കിന് മുമ്പിൽ സമർപ്പിക്കുക. ഇനി മൂലമന്ത്രം ഉപയോഗിച്ചുള്ള സാധനയാണ്. ഇത് 3 വട്ടം അല്ലെങ്കിൽ 21 വട്ടം അല്ലെങ്കിൽ 108 വട്ടം ആവർത്തിച്ച് പൂജിക്കേണ്ടതാണ്. ഓം ഐം ഹ്രീം ശ്രീം ഐം ഗ്ലൗം ഐം നമോ ഭഗവതി വാർത്താളി വാർത്താളി വാരാഹി വാരാഹി വരാഹമുഖി വരാഹമുഖി അന്ധേ അന്ധിനി നമഃ രുന്ധേ രുന്ധിനി നമഃ ജംബേ ജംബിനി നമഃ മോഹേ മോഹിനി നമഃ സ്തംഭേ സ്തംഭിനി നമഃ ഐം ഗ്ലൗം സർവദുഷ്ടപ്രതിഷ്ഠാനാം സർവേഷാം സർവവാക് ചിത്തരക്ഷോ മുഖമഭിജിഹ്വ സ്തംഭനം കുരുഗുരു ശീഘ്രം വശ്യം കുരുഗുരു ഐം ഗ്ലൗം ടഹ 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 ഹും അസ്ത്രായ ഫട്ട്. ഓരോ പ്രാവശ്യവും ജപിക്കുമ്പോഴും ഓരോ ചുവന്ന പുഷ്പം അർപ്പിക്കേണ്ടതാണ്. മൂലമന്ത്ര ജപത്തിന് ശേഷം പഴം, നെയ്യ്, കൽക്കണ്ടം ഇവ ചേർത്ത് നിവേദ്യം സമർപ്പിക്കുക. തയ്യാറാക്കി വച്ചിരിക്കുന്ന പാനകം സമർപ്പിക്കുക. നിവേദ്യ മന്ത്രം ജപിക്കുക. ഓം നൈവേദ്യം നിവേദയാമി ശ്രീദേവിയെ നമ സർവം നൈവേദ്യം നിവേദയാമി. ചന്ദനത്തിന് കത്തിച്ച് നിവേദ്യത്തെ കാണിച്ച് നിലവിളക്കിനെ കാണിക്കുക. വെറ്റിലയിൽ കർപ്പൂരം കത്തിച്ച് നിവേദ്യത്തിനും നിലവിളക്കിനും ആരതി ഒഴിയുക. ശേഷം സാഷ്ടാംഗം നമസ്കരിച്ച് പുറകോൾ തൽപ്പം മാറി ധ്യാനനിരതനായി ഇരിക്കുക. അല്പസമയത്തിന് ശേഷം പുണ്യാഹം കൊണ്ട് കൈകളെ ശുദ്ധീകരിച്ച് നിവേദ്യം മാറ്റിവെക്കുക. വീണ്ടും കൈകൾ ശുദ്ധീകരിച്ച ശേഷം നിലത്ത് വെച്ച വെറ്റിലയിൽ കർപ്പൂരം തെളിയിക്കുക. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് താഴെ പറയുന്ന ശ്ലോകം ചൊല്ലുക. നമോസ്തുതേ ജഗന്മാത്രേ കാരണായേ നമോ നമ പ്രസീദ ജഗതാംമാതാ വാരാഹ്യേ തേ നമോ നമ. ശേഷം വിളക്കണയ്ക്കുക. നിവേദ്യം പഞ്ചഭൂതങ്ങൾക്കും പഞ്ചപ്രാണനും ഒപ്പം ആത്മനും എന്ന് നനച്ച് ഹോമിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക. പിന്നീട് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ശുദ്ധിയായി വിളക്ക് തെളിയിച്ച് വാരാഹി മൂലമന്ത്രത്തെ ജപിച്ച്
വിധിയാവണ്ണം ദീപമണച്ച് പൂജാവശിഷ്ടങ്ങളെ നീക്കം ചെയ്ത് ഭൂമിയിൽ അടക്കം ചെയ്യുക. ശേഷം പ്രാർത്ഥനകളിലെല്ലാം നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുക. ഫലം നിശ്ചയം. ഇപ്രകാരം വാരാഹി പൂജ ചെയ്ത് നമ്മളുടെ ഇഷ്ടകാമനകളെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവരെയും വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ പ്രകൃതി തന്നെ നിലനിർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓം ഐം ഹ്രീം ശ്രീം ഐം ഗ്ലൗം ഐം നമോ ഭഗവതി വാർത്താളി വാർത്താളി വാരാഹി വാരാഹി വരാഹമുഖി വരാഹമുഖി അന്ധേ അന്തിനി നമഃ രുന്ധേ രുന്ധിനി നമഃ ജംബേ ജംബിനി നമഃ മോഹേ മോഹിനി നമഃ സ്തംഭേ സ്തംഭിനി നമഃ ഐം ഗ്ലൗം സർവദുഷ്ടപ്രതിഷ്ഠാനാം സർവേഷാം സർവവാക് ചിത്തചക്ഷു മുഖമഭിജിഹ്വ സ്തംഭനം കുരുകുരു ശീഘ്രം വശ്യം കുരുകുരു ഐം ഗ്ലൗം ടഹ 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 ഹും അസ്ത്രായ ഫട്ട്.